കോടതിയലക്ഷ്യ കേസിൽ സുപ്രീം കോടതി 6 മാസത്തെ തടവിന് ശിക്ഷിച്ച റിട്ടയർഡ് ജസ്റ്റിസ് കർണൻ അറസ്റ്റിലായി. 1 മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കർണൻ പിടിയിലാകുന്നത്. കൊച്ചി പനങ്ങാട്ടുള്ള സിംഫണി റിസോർട്ടിലാണ് കർണൻ ഒളിവിൽ കഴിഞ്ഞത് എന്നതാണ് സൂചന. കോയമ്പത്തൂരിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അറസ്റ്റ്. വിവരങ്ങളുമായി എസ് അജിംസ് ചേരുകയാണ്. അജിംസ്, എവിടെ നിന്നാണ് കർണനെ അറസ്റ്റ് ചെയ്തത്? കേരളത്തിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഹർഷൻ, കൊച്ചിക്കടുത്ത് പനങ്ങാട്ടുള്ള സിംഫണി റിസോർട്ടിലായിരുന്നു കർണൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം കോയമ്പത്തൂരിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ കർണൻ്റെ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അറസ്റ്റിനെ കർണൻ എതിർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് അറസ്റ്റിലായ കർണനെ ഉടൻ തന്നെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു. 15-നുള്ള വിമാനത്തിലാണ് കർണനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുക. ചെന്നൈയിൽ നിന്നായിരിക്കും ഒരുപക്ഷെ കൊൽക്കത്തയിലേക്ക് കർണനെ കൊണ്ടുപോകാൻ സാധ്യത. ചെന്നൈയിൽ എത്തിയതിനു ശേഷമായിരിക്കും കൽക്കത്തയിലേക്കുള്ള കർണന്റെ യാത്രയെക്കുറിച്ച് തീരുമാനമെടുക്കുക. എന്നാൽ ഇതിലേറ്റവും സുപ്രധാനമായ വസ്തുത, നാളെ സുപ്രീം കോടതിയിൽ കർണൻ ജാമ്യാപേക്ഷ നൽകും എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കോയമ്പത്തൂരിൽ നിന്ന് തന്നെയാണ് കർണന്റെ അറസ്റ്റ് ഉണ്ടായത് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹർഷൻ.